പാർലമെൻറ്റ് കെ അനീഷ് കുമാറാണ് മത്സരിക്കുന്നത്. BJPയുടെ മുൻ ജില്ലാ അധ്യക്ഷനാണ്. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ഏകോപിച്ചയാളാണ്. അവിടെ പല രാഷ്ട്രീയ തന്ത്രങ്ങളും ഇതിന് സമാനമായത് അനീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ നടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മളറിയാം ഭാരത് റൈസ് കേരളത്തിൽ പെട്ടെന്ന് ഭാരത് റൈസ് ഒരു സുപ്രഭാതത്തിൽ ലോറികളിൽ പ്രത്യക്ഷപ്പെടുകയും ജില്ലയുടെ പല ഭാഗങ്ങളിൽ വിതരണം ചെയ്യുകയും ചെയ്ത് നമ്മൾ കണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ്. അത് അനീഷ് കുമാറിൻ്റെ ഐഡിയ ആയിരുന്നു. അത്തരത്തിൽ എങ്ങനെ ഭാരത് റൈസ് കേരളത്തിലേക്ക് ആ ഒരു ഘട്ടത്തിൽ എത്തിക്കാമെന്നുള്ളതും എവിടൊക്കെ വിതരണം ചെയ്യണമെന്നുള്ളതും അതൊരു വിവാദമാക്കി അതിൽ വാർത്തകളിൽ ഇടം നേടാൻ അനീഷ് കുമാറിന് പ്രത്യേക ഒരു കഴിവുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട. കാരണം ഞാൻ തൃശ്ശൂരിൽ കുറേ നാൾ വർക്ക് ചെയ്തതാണ്. ആ സമയത്തൊക്കെ അനീഷ് കുമാറാണ് അവിടെ BJPയുടെ ജില്ലാ പ്രസിഡൻ്റായിരുന്നത്. പല വിഷയങ്ങളിലും മാധ്യമ ശ്രദ്ധ നേടാനായി പെട്ടെന്ന് വിവാദമുണ്ടാക്കുകയും ആ രീതിയിൽ വലിയ രീതിയിൽ ശ്രദ്ധ ഭാരത് റൈസിൻ്റെ സമയത്ത് തന്നെ അത് ആ സമയത്ത് വിതരണം ചെയ്യുന്നതിന് ചോദ്യം ചെയ്തപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അരി കേരളത്തിൽ വിതരണം ചെയ്യാൻ സംസ്ഥാനത്ത് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു അന്ന് ആ ഒരു വിഷയത്തെ വലിയ രാഷ്ട്രീയ വിഷയമാക്കി അനീഷ് കുമാർ എടുത്തത്. അപ്പോൾ അതിന് സമാനമായ രീതിയിൽ ഇവിടെയും നേരിട്ടല്ല, എന്തോ മരണസഹായ സമിതിയോ അതിൻ്റെയൊക്കെ പേരിലാണ് ഇവിടെയും അരി വിതരണം നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മാത്രമല്ല അങ്ങനെ അനീഷ് കുമാർ എപ്പോഴും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ പ്രത്യേക ശ്രദ്ധ. എനിക്ക് തോന്നുന്നു കാപ്പ കേസിൽ പെടാതെ ഒരു ജസ്റ്റ് രക്ഷപ്പെട്ടു പോയത്. കാരണം ഒരു കേസും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കാപ്പ കേസിൽ പെടേണ്ട ആളായിരുന്നു. കാരണം നിരന്തര കുറ്റവാളി എന്ന് പോലീസ് റിപ്പോർട്ട് കൊടുത്ത എനിക്ക് തോന്നുന്നൊരു BJPയുടെ ജില്ലാ അധ്യക്ഷൻ ഈ അടുത്ത കാലത്ത് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അനീഷ് കുമാർ എപ്പോഴും ആ രീതിയിൽ തന്നെ സജീവമായി നിൽക്കാനും മാധ്യമ ശ്രദ്ധ നേടാനും വിവിധ തരത്തിലുള്ള നടപടികൾ ഉണ്ടാക്കുന്ന ആളാണ്. ഒരുപക്ഷേ സുരേഷ് ഗോപി അത്രയും വോട്ട് പിടിച്ച മണ്ഡലത്തിൽ AN രാധാകൃഷ്ണൻ ഒഴിച്ച വോട്ടെങ്കിലും പിടിച്ചില്ലെങ്കിൽ അനീഷ് കുമാറിൻ്റെ ഒരു രാഷ്ട്രീയ ഭാവിയെ തന്നെ ബാധിക്കും എന്നുള്ളൊരു തോന്നൽ കൃത്യമായി അനീഷ് കുമാർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അത്രത്തോളം അവകാശവാദങ്ങൾ അനീഷ് കുമാർ സുരേഷ് ഗോപി വോട്ട് പിടിച്ചതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അനീഷ് കുമാറിൻ്റെ ഒരു ഏകോപനത്തിൻ്റെ മെച്ചമാണ്. അങ്ങനെ പല രീതിയിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ മണ്ഡലം മാറി കൂടിയാണ് കുന്നംകുളത്തായിരുന്നു. അപ്പോൾ ആ രീതിയിൽ മത്സരിക്കുന്ന അനീഷ് കുമാറിന് സ്വാഭാവികമായും ഇത്തവണ വോട്ട് കൂടിയില്ല. മാത്രമല്ല വോട്ട് ചേർക്കാൻ സുരേഷ് ഗോപിക്ക് വേണ്ടി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് BJPക്ക് അനുകൂലമായി നിൽക്കുന്ന വോട്ടുകൾ ഫ്ലാറ്റുകളിലും വീടുകളിലും എല്ലാം കൊണ്ടുവന്ന് ചേർക്കാൻ മുമ്പിൽ നിന്ന് നേതാവാണ് അനീഷ് കുമാർ. ഇങ്ങനെ ഒരു സംഭവം ഈ ഒരു കിറ്റ് വിതരണം ഉണ്ടായപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ഈ ഒരു പ്രതിഷേധത്തിന്റെ ഒരു സ്ഥലത്തൊക്കെ കുറച്ച് മേൽക്കൈ ഉണ്ടാക്കാൻ TN പ്രതാപന് സാധിച്ചു എന്ന് തോന്നുന്നു. അവിടേക്ക് ആദ്യം എത്തി, ഇപ്പോൾ പോലീസ് നടപടികളിലേക്ക് അടക്കം കാര്യങ്ങൾ കടക്കുകയും ചെയ്തു. മറ്റാരുണ്ട് LDF അല്ലാതെ?